السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين، أما بعد. بسم الله الرحمن الرحيم. واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل. صدق الله العظيم. ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞ മുഅ്മിനുകളെ, ഖുതുബ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം സനസീദുൽ മുഹ്സിനീൻ, നന്മ ചെയ്തുകൊണ്ടിരിക്കുക. നാം ചെയ്യുന്ന നന്മയുടെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുമെന്ന പ്രസക്തമായ, നാം ജീവിതത്തിൽ പകർത്തേണ്ട ഒരു സ്വഭാവത്തെക്കുറിച്ചാണ്. ആദ്യമായി ഖുതുബ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. വഇൻ തുഹ്സിനു വതത്തഖൂ ഫഇന്ന അല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ. നിങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സൂക്ഷ്മത പുലർത്തുകയും ചെയ്യുക. കാരണം നാം ചെയ്യുന്ന കർമ്മങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് റബ്ബ് സുബ്ഹാനഹു തആല. നല്ലത് ചെയ്യുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്മ എന്നുള്ള സ്വഭാവം ഒരു മനുഷ്യൻ ജീവിതത്തിൽ പകർത്തേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ക്യാരക്ടറാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. ഒരു ദിവസം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹും നിൽക്കുന്ന സമയത്ത് ഒരു അഅറാബിയായ മനുഷ്യൻ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇട്ടിരിക്കുന്ന ഷാൾ, മേൽമുണ്ട് വളരെ ക്ഷുഭിതനായി പരുക്കൻ സ്വഭാവത്തോടെ പിടിച്ചു വലിക്കുകയാണ്. ശക്തമായ വലിയുടെ അഗാധയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദേഹത്തിന് അല്പം പാടുണ്ടാവുകയും അല്പം വിഷമവും ഉണ്ടാവുകയാണ്. എന്നിട്ട് വന്ന അറാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ക്ഷുഭിതനായി പറയുന്നത്, യാ മുഹമ്മദ് മുർലി മിൻ മാലില്ലാഹി അല്ലദീ ഇൻദക്. താങ്കളുടെ പക്കലുള്ള അള്ളാഹുവിൻ്റെ വെൽത്ത്, അള്ളാഹുവിൻ്റെ സമ്പത്ത് എനിക്ക് തരണം, അതിനാളെ നിയോഗിക്കണമെന്ന് വളരെ ക്ഷുഭിതനായി വന്ന അഅറാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രതികരിച്ചപ്പോൾ തിരിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പെരുമാറുന്ന രീതി അത് നന്മയുടെ രീതിയാണ്. അവിടുന്ന് ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആവശ്യമായതൊക്കെയും ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർഡർ കൊടുക്കുകയാണ്. വളരെ ക്ഷുഭിതനായി ദേഷ്യത്തോടെ വന്ന അഅറാബിക്ക് തിരിച്ചു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സെലക്ട് ചെയ്യുന്ന വഴി നന്മയുടെ വഴിയാണ്. ആ വഴിയാണ്, ആ സ്വഭാവമാണ് നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ആ സ്വഭാവം കൊണ്ട് മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുകയുമുള്ളൂ. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പ്രവാചക ശ്രേഷ്ഠന്മാരൊക്കെയും അവരുടെ ജീവിതത്തിൽ കാണിച്ചു തന്ന നന്മയുടെ വഴിയാണ്. അതാണ് നാം ജീവിതത്തിൽ പകർത്തേണ്ടത്. യൂസുഫ് നബി അലൈഹിസ്സലാം വളരെ സങ്കടമുള്ള വിഷമകരമായ സംഭവത്തിലൂടെ, സാഹചര്യത്തിലൂടെ പോകുമ്പോൾ, ജയിലിൽ നിൽക്കുമ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കൂടെയുള്ള ആളുകൾ ആ വിഷമഘട്ടത്തിൽ പോലും അവിടെ നിന്ന് പറയാറുള്ളത്, ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, താങ്കളെ നന്മ പ്രവർത്തിക്കുന്ന ഒരാളായി നമ്മൾ കാണുന്നു, താങ്കളെ നല്ലൊരു മനുഷ്യനായിട്ടാണ് ഞങ്ങൾ കാണാറുള്ളത് എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് കൂടെ ജീവിക്കുന്ന സഹവാസികൾ പറയാറുണ്ടായിരുന്നു. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു. മിസ്റിൻ്റെ ഭരണാധികാരിയുടെ ചക്രവാളം യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കാൽ കീഴിലെത്തിയപ്പോഴും ഭരണത്തിലെത്തി മന്ത്രിയായപ്പോഴും അവിടുത്തെ സഹോദരന്മാർ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ മുന്നിലെത്തിയപ്പോൾ ആ സഹോദരന്മാർ അപ്പോഴും പറയുന്നത്, ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ,
ഓ യൂസുഫെ, താങ്കളെ ഒരു നന്മ ചെയ്യുന്ന നല്ലൊരു മനുഷ്യനായിട്ടാണ് ഞങ്ങൾ കാണുന്നതെന്ന് അവിടുത്തെ സഹോദരന്മാർ പറയുകയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ഏറ്റവും വിഷമകരമായ ഘട്ടത്തിൽ പോലും, നന്മയുടെ സമയത്ത് പോലും, ഐശ്വര്യത്തിൻ്റെ സമയത്ത് പോലും ആളുകൾ പറയുന്നത് ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്ന മനുഷ്യനാണ് യൂസുഫ് അലൈഹിസ്സലാം എന്നാണ്. ഇതിൽ നമുക്ക് പാഠമുണ്ട്. ആളുകൾ നമ്മോട് നന്മ ചെയ്യുമ്പോൾ സ്വാഭാവികമായി നാം അവരോട് നന്മ ചെയ്യുന്നു. ആളുകൾ നമ്മോട് തിന്മ ചെയ്യുമ്പോൾ ആ തിന്മ കൊണ്ടല്ല അതിന് നാം പ്രതികരിക്കേണ്ടത്, മറിച്ച് നന്മ കൊണ്ടാണ് അവരോട് പ്രവർത്തിക്കേണ്ടത്, അവരോട് പെരുമാറേണ്ടതെന്ന് ഈ പ്രവാചകന്മാരുടെ സ്വഭാവം കൊണ്ട്, അവരുടെ ചരിത്രം കൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം വമഅനൽ ഇഹ്സാൻ അസ്സിയാദതു ഫിൽ ബിർ, ഇഹ്സാൻ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം വർദ്ധിതമായ നന്മ എന്നാണ്. അതാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, നീതിയും നന്മയുമാണ് റബ്ബ് സുബ്ഹാനഹു തആല നമ്മോട് കൽപ്പിക്കുന്നത്. നന്മയുടെ ഏറ്റവും ഉദാത്തമായ പ്രതീകമാണ് സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ ധാരാളം നന്മ ചെയ്യുന്ന ആളാണ്. അവിടുത്തെ കുടുംബക്കാരനായ മിസ്തഹ് ഇബ്നു ഉസാസ റളിയല്ലാഹു അൻഹു ഒരു പാവപ്പെട്ട ഒരു സ്വഹാബിയാണ്. മിസ്തഹ് ഇബ്നു ഉസാസ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ് തൻ്റെ കുടുംബക്കാരനായ മിസ്തഹ് ഇബ്നു ഉസാസ റളിയല്ലാഹു അൻഹുവിനെ സഹായിക്കാറ് സാമ്പത്തികമായി. ഒരു ദിവസം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കുടുംബത്തിനെതിരെയും അപവാദം മിസ്തഹ് ഇബ്നു ഉസാസ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അത് ഇഷ്ടപ്പെട്ടില്ല. ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലാ ഉൻഫിഖു അലാ മിസ്തഹിൻ ഷൈഅൻ അബദാ, ഈ നിമിഷം മുതൽ, ഈ നേരം മുതൽ ഇനി ഞാൻ മിസ്തഹിനെ സഹായിക്കില്ല എന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഈ സാഹചര്യത്തിൽ പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങുകയാണ്, വലാ യഅ്തലി ഉലിൽ ഫദ്ലി മിൻകും വൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചവർ, സാമ്പത്തികമായി കഴിവുള്ളവർ ഒരിക്കലും മറ്റൊരാളെ സഹായിക്കില്ല എന്ന് സത്യം ചെയ്ത് പറയാൻ പാടില്ല. നിങ്ങൾ പരസ്പരം മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യണമെന്ന്. മാത്രമല്ല, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു പൊറുക്കുന്നത് നിങ്ങൾക്കിഷ്ടമില്ലയോ, നിങ്ങൾക്കത് സന്തോഷിപ്പിക്കുന്നില്ലേ എന്ന് പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നു. കാരണം വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു പൊറുക്കുന്നവനും പരമകാരുണ്യവാനുമാണ്. ഇത് കേട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുന്നു, ബലാ വല്ലാഹി ഇന്നി ലഉഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലീ, അള്ളാഹു എനിക്ക് പുറത്തു തരുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് മിസ്തഹ് ഇബ്നു ഉസാസ റളിയല്ലാഹു അൻഹുവിന് ഇനി മുതൽ എല്ലാ സമയത്തും ഞാൻ സഹായിക്കും. എൻ്റെ മരണം വരെ എൻ്റെ സഹോദരനായ മിസ്തഹിന് നന്മ ഞാൻ ചെയ്യും, സഹായിക്കുമെന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സത്യം ചെയ്യുകയാണ്. അതാണ് മഹാന്മാരായ സ്വഹാബിവര്യന്മാർ ഒക്കെയും നമ്മെ പഠിപ്പിക്കുന്നത്, ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സനു സയ്യിഅ, ഏറ്റവും നല്ലതുകൊണ്ടാണ് തിന്മയെ നാം തടയേണ്ടതെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. നന്മയുടെയും ഉദാത്തമായ വഴികൾ പലതുമുണ്ട്. അതിലേറ്റവും പ്രാധാന്യമുള്ളത് നാം ആദ്യമായി നന്മ ചെയ്യേണ്ടത് നമ്മുടെ മാതാപിതാക്കളോടാണ്, നമ്മുടെ കുടുംബക്കാരോടാണ്, നമ്മുടെ കൂടെ വസിക്കുന്നവരും ഭാര്യമാരും മക്കളോടാണ് നാം ആദ്യമായി നന്മ ചെയ്യേണ്ടത്. അവർക്ക് ആവശ്യമായതൊക്കെയും സഹായിക്കുക, സാമ്പത്തികമാണെങ്കിൽ സാമ്പത്തികമായും, അല്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ട് അവരെ സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയൊക്കെയും നന്മ ചെയ്യണമെന്നാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖുർആൻ നമ്മെ ഉണർത്തുന്നത്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാനൻ വബിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ വൽ ജാരി ദിൽ ഖുർബാ വൽ ജാരിൽ ജുനുബി വസ്സാഹിബി ബിൽ ജംബി വബിനിസ് സബീൽ. അല്ലാഹുവിനെ ആരാധിക്കുകയും അല്ലാഹുവിന് പങ്കു ചേർക്കാതിരിക്കുകയും വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുകയും, വബിദിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ, അതുപോലെ നമ്മുടെ കുടുംബക്കാരോടും അനാഥകരോടും മഗതികളോടും, വൽ ജാരി ദിൽ ഖുർബ വൽ ജാരിൽ ജുനുബി വസ്സാഹിബി ബിൽ ജംബ്, നമ്മുടെ കുടുംബക്കാരായ അയൽവാസികളോടും
അന്യരായ അയൽവാസികളോടും യാത്രക്കാരോടും കൂട്ടുകാരോടൊക്കെയും നിങ്ങൾ നന്മ ചെയ്യുക എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഉണർത്തുകയാണ്. അങ്ങനെ നാം നന്മ ചെയ്യുമ്പോൾ ആ നന്മയുടെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഹൽ ജസാഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ, നന്മയുടെ പ്രതിഫലം നന്മയല്ലാതെ മറ്റെന്തുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഉണർത്തുകയാണ്. അവസാനമായി പറയുന്നു, മദീനക്കാരായ ആളുകൾ വളരെയധികം നന്മ ചെയ്യുന്ന ആളുകളാണ്, മറ്റെല്ലാവരെയും സഹായിക്കുന്നവരാണ് സാമ്പത്തികമായി. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം നാടായ മക്ക വിട്ടുകൊണ്ട് മദീനയിലേക്ക് പോകുമ്പോൾ ഹൃദയം തുറന്ന് സ്വീകരിച്ചവരാണ് മദീനക്കാരായ അൻസ്വാറുകൾ. ഒരു സമയം അല്പം വിഷമം വന്നപ്പോൾ, ക്ഷാമം വന്നപ്പോൾ, അവരുടെ സഹായ രീതിയിൽ അല്പം കുറവ് വരുത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ ഉണർത്തുന്നു, വഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നിങ്ങൾ നന്മ ചെയ്തുകൊണ്ടിരിക്കുക, കാരണം നന്മ ചെയ്യുന്നവരെ റബ്ബിന് വല്ലാത്ത ഇഷ്ടമാണ്. അങ്ങനെയുള്ള നന്മയുടെ മാസമാണ് പരിശുദ്ധമായ ശഅബാൻ. പരിശുദ്ധമായ ശഅബാൻ റമദാനിനെ വരവേൽക്കാനുള്ള മാസമാണ്. എങ്ങനെയൊക്കെയാണ് നന്മ ചെയ്തുകൊണ്ട് റമദാനെ നമുക്ക് വരവേൽക്കാൻ പറ്റുക? പരിശുദ്ധമായ ഖുതുബ നമ്മെ ഉണർത്തുന്നു, വഇന്നനാ ഫീ ശഹ്രി ശഅബാൻ ബിൽ ബിർരി വൽ ഇഹ്സാൻ വസ്സിയാമി വതിലാവത്തിൽ ഖുർആൻ. നോൻപ് നോക്കിയും പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തും നമ്മുടെ മനസ്സ് ശുദ്ധമാക്കിയും നാം ചെയ്യുന്ന തെറ്റുകളൊക്കെ പൊറുപ്പിച്ചും പരിശുദ്ധമായ റമദാനെ നിങ്ങൾ വരവേൽക്കുക. اللهم اجعلنا محسنين وعن الإساءات معرضين وأكرمنا بالنظر إلى وجهك الكريم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ ഉൾപ്പെടുത്തട്ടെ എന്ന ദുആയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.